യാക്കോബായ വിഭാഗത്തിനും സെമിത്തേരികൾ തുറന്നു നൽകണമെന്ന ഉത്തരവ് പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് ഓർത്തഡോക്സ് സഭ സുപ്രീം കോടതിയിൽ. യാക്കോബായ വൈദികർ സെമിത്തേരിയിൽ ശുശ്രൂഷ നടത്തിയാൽ തർക്കത്തിന് കാരണമാകുമെന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ സത്യവാങ്മൂലത്തിൽ പറയുന്നു. ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. അച്യുതൻ, ഈ സഭാ തർക്കത്തിൽ കോടതിയുടെ ഇടപെടൽ നേരത്തെ തന്നെ ഉണ്ടായതാണ്. അതിൽ ഈ സെമിത്തേരിയിൽ യാക്കോബായ വിഭാഗത്തിനും ശുശ്രൂഷ നൽകാൻ അനുവദിക്കണം എന്ന രീതിയിലുള്ള ഉത്തരവുണ്ടായിരുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭ രംഗത്ത് വരുന്നത്. എന്താണ് ഈ സത്യവാങ്മൂലത്തിൽ പറയുന്ന കാര്യങ്ങൾ? അതായത് ഈ തർക്കം അത് കോടതി ഇടപെട്ടിട്ടും അതിലൊരു സമവായം ഉണ്ടാകുന്നില്ല, പരിഹാരം ഉണ്ടാകുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ തവണ സുപ്രീം കോടതി ഈ യാക്കോബായ ഓർത്തഡോക്സ് പള്ളിത്തർക്കം പരിഗണിക്കുകയും അതിലൊരു ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിൽ പ്രത്യേകമായി പറഞ്ഞത് ഈ പള്ളികളുടെ ഒരു ഭരണം അത് ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറണം എന്നതായിരുന്നു ഉണ്ടായ നിർദ്ദേശം. ഒപ്പം തന്നെ ഈ സെമിത്തേരികൾ ഉൾപ്പെടെയുള്ള പൊതു സൗകര്യങ്ങൾ അതെല്ലാവർക്കും പ്രയോജനപ്പെടുത്താനാകണം എന്ന കാര്യവും സുപ്രീം കോടതി വ്യക്തമാക്കി. ഈ ഉത്തരവിനെതിരെയാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭ ഒരു സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത്. അതിൽ പറയുന്ന പ്രധാന കാരണം ഈ യാക്കോബായ പുരോഹിതർ ഓർത്തഡോക്സ് സെമിത്തേരിയിൽ ശുശ്രൂഷ നടത്തിയാൽ അതൊരു തർക്കത്തിന് ഇടയാക്കും എന്ന കാര്യമാണ് ഈ സത്യവാങ്മൂലത്തിൽ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതായത് ഇതൊരു സമാധാന അന്തരീക്ഷം തകരുന്നതിന് ഇടയാക്കുമെന്നും സത്യവാങ്മൂലത്തിൽ ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ പറയുന്നുണ്ട്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പറഞ്ഞത് സെമിത്തേരി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ഈ യാക്കോബായ സഭയ്ക്കും പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന തരത്തിലേക്ക് ഉറപ്പാക്കണമെന്നായിരുന്നു. പക്ഷേ അതിനെതിരെയാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭ ഈ ഒരു സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. മറ്റന്നാളാണ് ഈ കേസ് വീണ്ടും സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരുന്നത്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഒരു അധിക സത്യവാങ്മൂലം ഈ സെമിത്തേരികളുടെ കാര്യവുമായി ബന്ധപ്പെട്ട ഓർത്തഡോക്സ് സഭ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല എന്നതിൻ്റെ ഒരു സൂചനകൾ കൂടിയാണ് ഇതിൽ നിന്നും വ്യക്തമാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും ഈ സെമിത്തേരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ അത് ഇപ്പോഴും നിലനിൽക്കുന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ്. എന്തായാലും ഈ സത്യവാങ്മൂലം ഇപ്പോൾ സമർപ്പിച്ചിരിക്കുകയാണ്. മറ്റന്നാൾ സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ എന്തായാലും ഈ ഉത്തരവിലൊരു പരിഷ്കാരം കോടതി വരുത്താൻ തയ്യാറാകുമോ അതോ അത് കർശനമായി പാലിക്കേണ്ടി വരുമോ എന്നത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം കൂടി ഉണ്ടാകും. പ്രജിൻ, അച്യുതനിൽ നേരത്തെ തന്നെ കോടതി എടുത്ത നിലപാട്, കോടതിയുടെ ഉത്തരവ് അത് കൃത്യമായി നടപ്പിലാക്കാൻ സർക്കാരുകൾക്ക് കഴിയുന്നില്ല, സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല എന്നൊക്കെയുള്ള വിമർശനങ്ങൾ കോടതിയിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സത്യവാങ്മൂലത്തിൽ ഇതിലെ കക്ഷികളായ ആൾക്കാർ തന്നെ വരുമ്പോൾ അതിൽ കോടതി എന്ത് നിലപാട് സ്വീകരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ നേരത്തെ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയാണ് സുപ്രീം കോടതി ആ ഉത്തരവ് ഇറക്കിയത് എന്നത് ശ്രദ്ധേയമാണ്. അതുകൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അതിൽ കൃത്യമായി പറയുന്നു, സെമിത്തേരികൾ എല്ലാവർക്കും ഉള്ളതാണ്, അത് ഈ രീതിയിൽ യാക്കോബായ വിഭാഗത്തിനും തുറന്നു കൊടുക്കണം എന്ന് ആ ഉത്തരവിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതിൽ മറ്റൊരു സത്യവാങ്മൂലം നൽകുന്നതിലൂടെ എന്താണ് ഓർത്തഡോക്സ് സഭ ഉദ്ദേശിക്കുന്നതെന്ന് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നുമില്ല. അത് ഈ തർക്കത്തിലേക്ക് കൂടുതൽ കൊണ്ടുപോവുകയുള്ളൂ, അല്ലേ? തീർച്ചയായിട്ടും പ്രജിന് വീണ്ടും ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് സുപ്രീം കോടതിയുടെ മുൻപിലേക്ക് വരുമ്പോൾ അത് കൂടുതൽ സങ്കീർണതകൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ മാർ കുര്യാക്കോസ് മാർ തെയോഫിലിസ് യാക്കോബായ സഭയുടെ പ്രതിനിധി ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ നിലപാട്, ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്തുനിന്ന് എടുത്തിരിക്കുന്ന നിലപാട് എന്താണ്? ഏത് രീതിയിലാണ് അവർ കാണുന്നത്? കോടതി ഉത്തരവിൽ ഒരു പുനഃചിന്തനം ഉണ്ടാകണമെന്ന് പറയുന്നു. അതിൽ ഒരു ഇടക്കാല ഉത്തരവെങ്കിലും ഉണ്ടാവണം, അല്ലെങ്കിൽ ആ ഉത്തരവ് പരിഷ്കരിക്കണം എന്ന് ആവശ്യപ്പെടുന്നു. സെമിത്തേരികൾ യാക്കോബായ വിഭാഗത്തിന് തുറന്നു നൽകിയാൽ അത് കൂടുതൽ തർക്കത്തിന് ഇടയാക്കും എന്നാണ് ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു ഈ ഘട്ടത്തിൽ? ഇത് വളരെ ഇത് യാക്കോബായ സഭയ്ക്ക് മാത്രമല്ല, കേരള സമൂഹത്തിന് മുഴുവനും ഒരു വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള, അതുപോലെ ആശ്ചര്യമുളവാക്കുന്ന ഒരു പ്രതികരണമാണ്, പ്രസ്താവനയാണ് അവിടെ നിന്ന് വന്നിരിക്കുന്നത്. കാരണം ഒരാഴ്ച മുമ്പ് സമാധാനത്തിന്റെ ആഹ്വാനവും ഐക്യത്തിന്റെ ആഹ്വാനവും ഒക്കെ നടത്തിയ ഒരാളിൽ നിന്ന് ഒരാഴ്ച കഴിയുന്നതിന് മുൻപ് തന്നെ ഇതുപോലെ വീണ്ടും ഈ വിഷയങ്ങൾ സങ്കീർണമാക്കാനുള്ളതായ രീതിയിലുള്ളതായ ഒരു പ്രതികരണം വന്നത് വളരെ വിചിത്രവും നിരാശാകരവുമാണ്. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ ഇതിനകത്ത് കോടതികളെ തെറ്റിദ്ധരിപ്പിക്കാനും കബളിപ്പിക്കാനുമുള്ള ഒരു ഇതാണോ സംശയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈക്കോടതിയില് കേരള ഗവൺമെന്റിന്റെ ഈ ബില്ലിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് അവിടുത്തെ കാലം ചെയ്ത പൗലോസ് ബാവായും അതോടൊപ്പം തന്നെ അവിടുത്തെ അസോസിയേഷന്റെ തീരുമാനമാണെന്ന് പറഞ്ഞ അന്നത്തെ സെക്രട്ടറി ഇവര് ഒരു റിട്ട് കൊടുത്തിരിക്കുന്ന ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഈ സെമിത്തേരി ബില്ല് ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചലഞ്ച് ചെയ്തുകൊണ്ട്.
അത് ഹൈക്കോടതിയിൽ ഒരു ഇത് കൊടുത്തിരിക്കുന്നു, സുപ്രീം കോടതിയിൽ വേറൊരിടത്ത് കൊടുത്തിരിക്കുന്നു. അവിടെ ഇത് സർക്കാരിന്റെ ഇത് അംഗീകരിക്കാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പറയുന്നു. അപ്പൊ ഇത് ഒരു ആത്മാർത്ഥത ഇതിനകത്ത് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. രണ്ടാമത് സമാധാനപരമായി പ്രശ്നങ്ങൾ തീർക്കാമെന്ന് പ്രഖ്യാപിച്ചിട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ സുപ്രീം കോടതി വളരെ കാതലായ ഒരു കാര്യം പറഞ്ഞതിനെ അതിനെ വീണ്ടും നിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ പുനഃപരിശോധിക്കണമെന്ന് പറയുമ്പോൾ ആ സമാധാന ആഹ്വാനവും ഇതും തമ്മിൽ യാതൊരു പൊരുത്തവും ഇല്ലാത്തതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്, നിർഭാഗ്യവശാൽ. പക്ഷെ ഇതിപ്പോൾ കോടതി ഇടപെടുന്നു, സർക്കാരുകൾ ശ്രമിക്കുന്നുണ്ട് ഈ തർക്കങ്ങൾ പരിഹരിക്കാൻ. ഈ സഭാ തർക്കം എന്നുള്ളത് അതിങ്ങനെ നീണ്ടു പോവുകയാണ്. ഇത് എപ്പോഴാണ് ഇതിന് പരിഹാരം ഉണ്ടാവുക? ഒരു പ്രശ്നം പരിഹരിക്കുമ്പോൾ അടുത്ത പ്രശ്നം വരികയാണ്. ഇതിപ്പോൾ നോക്കുക, കോടതി ഉത്തരവിറക്കിയതാണ്, അതിൽ പോലും മറ്റൊരു സത്യവാങ്മൂലമായി എത്തുകയാണ് രംഗത്ത്. ഇത് എന്താണ്? അതുകൊണ്ട് തന്നെയാണ് യാക്കോബായ സഭ തുടക്കം മുതലേ പറഞ്ഞ ഒരു കാര്യമുണ്ട്. കേരള സമൂഹവും പൊതുസമൂഹം തുടക്കം മുതൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതിനകത്ത് 1 നൂറ്റാണ്ടിലധികമായിട്ട് നീണ്ടു നിൽക്കുന്ന ഈ സഭാതർക്കം, അതുകൊണ്ട് തന്നെയാണ് ഒരു നിയമനിർമ്മാണത്തിലൂടെ അത് ശാശ്വത പരിഹാരം കാണണം എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ അന്ന് മുതൽ പറയുന്നത്. ഗവൺമെന്റ് ആ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ 12.5 ലക്ഷം ആളുകൾ പൊതുസമൂഹത്തിൽ കേരളത്തിൽ നിന്ന് അതിനെ സപ്പോർട്ട് ചെയ്താണ്. 1 ലക്ഷം ആളുകളാണ് അതിനെ എതിർത്തത്. ആ കാര്യങ്ങൾ ഒത്തിരി അഡ്വാൻസ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവും കൂടിയായി. അപ്പൊ അതുകൊണ്ട് ഈ കോടതികളിൽ, നമ്മുടെ കോടതികളിലൂടെയുള്ളതായ കാര്യങ്ങൾ, ഇത് കോടതി തന്നെ 95-ലെ വിധിക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, വിശ്വാസപരമായ കാര്യങ്ങൾ ഇതൊന്നും ഞങ്ങൾക്ക് ഇതിനകത്ത് തീർക്കാനായിട്ട് സാധിക്കുകയില്ല. കോടതിക്ക് അതിന്റെ പരിമിതിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഒരു നിയമനിർമ്മാണത്തിലൂടെ ഇന്നിപ്പോ കൊടുത്തിരിക്കുന്നതിൻ്റെ അകത്ത് കേരള ഗവൺമെന്റിന്റെ സെമിത്തേരി ബില്ലിന്റെ ഇത് അവർ അംഗീകരിക്കുന്നു എന്ന് പറയുന്നു. അതേസമയം തന്നെ ഹൈക്കോടതിയിൽ അത് ചലഞ്ച് ചെയ്തിരിക്കുന്നു. യഥാർത്ഥത്തിൽ അത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഒരു നിയമനിർമ്മാണവും അംഗീകരിക്കട്ടെ. അപ്പോ ഇത് യഥാർത്ഥത്തിൽ പ്രശ്നം തീരണമെങ്കിൽ ഒരു ക്രിസ്തീയ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട്, ഒരു ക്രിസ്തീയ മനോഭാവത്തോടു കൂടെ ഈ വിഷയത്തെ സമീപിക്കുകയും അതോടൊപ്പം തന്നെ ഇതിനകത്ത് ആത്മാർത്ഥതയോടുകൂടെ ഇതിനകത്ത് ഇടപെടുകയും ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ്. ഞങ്ങൾ എപ്പോഴും പറഞ്ഞത് അതുകൊണ്ടാണ്. തിരുമേനിയിൽ അവർ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട വാദമുണ്ട്. ഈ മലങ്കര സഭയുടെ പള്ളികളിലെ സെമിത്തേരികളിൽ ഈ സംസ്കാര നടപടികൾ നടത്തുന്നത് കേരള നിയമസഭ പാസാക്കിയ സെമിത്തേരി നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുന്നു. അതല്ലാതെ ഈ സഭയ്ക്ക് കീഴിലുള്ള സ്കൂളുകളിൽ അല്ലെങ്കിൽ മറ്റിടങ്ങളിലൊക്കെ പൊതുവിഭാഗങ്ങൾക്ക് നടത്തുന്ന പോലെ നടത്താം എന്ന കാര്യം കൂടി കോടതി അറിയിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. കാരണം ഇതിനകത്തുള്ള ഒരു വലിയ ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. കേരള ഹൈക്കോടതിയിൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള റിട്ട് നിലനിൽക്കുകയാണ് ഓർത്തഡോക്സ് വിഭാഗം. അപ്പോഴാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ ആ റിട്ട് പിൻവലിക്കട്ടെ ആദ്യം, എന്നിട്ട് സുപ്രീം കോടതിയിൽ ഇത് പറഞ്ഞു. അപ്പൊ അതിൻ്റെ അകത്തെ ആത്മാർത്ഥതയെ ഞങ്ങൾ വളരെ സംശയിക്കുകയാണ് ഇതിന്റെ അകത്ത്. രണ്ടാമത്തെ കാര്യം, സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് കാതലായ ഒരു മനുഷ്യന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അകത്ത് അവന്റെ വിശ്വാസം അനുസരിച്ചുള്ളതായ അവന്റെ ഈ ഇടവകക്കാരാണ്, ആ ഇടവകക്കാരുടെ അവകാശപ്പെട്ട അവരുടെ സെമിത്തേരികളിലാണ് അവന്റെ വിശ്വാസം അനുസരിച്ചുള്ള പുരോഹിതനെ കൊണ്ട് അവന്റെ ആ കന്യകർമ്മങ്ങൾ നിർവഹിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണമെന്നുള്ളത് ഒരു മനുഷ്യന്റെ മൗലികാവകാശത്തിന്റെ ഒരു ഇതാണ്. ഇന്ത്യൻ ഭരണഘടന കൊടുക്കുന്ന ഒരു ഇതാണ്. അപ്പൊ ആ കാര്യത്തെ വീണ്ടും ചലഞ്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വളരെ നിർഭാഗ്യകരമാണ്. വ്യക്തമാണ്. തിരുമേനി മാർ കുര്യാക്കോസ് മാർ തെയോഫിലസ് ആണ് ഇപ്പോൾ ഈ വാർത്തയോട് പ്രതികരിച്ചത്. അത് പൊതുസമൂഹത്തെ ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഈ ഉത്തരവിനെതിരെ നീങ്ങുന്നത് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുകൂടി വ്യക്തമാക്കുകയാണ് നിലവിൽ യാക്കോബായ സഭ.